ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പം നല്ല ചൂടല്ലേ, അപ്പോൾ ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയൊരു കിടിലൻ ഡ്രിങ്ക് തന്നെയാണിത്. ഈസിയാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 4 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാരറ്റിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം, എന്നിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സോസ് പാനിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് വേവിക്കുന്നത്. നല്ല പോലെ വെന്തുടയുന്നത് വരെ വേവിക്കണം. ക്യാരറ്റ് നന്നായി വേവിച്ചിട്ടാണ് നമ്മൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ കണ്ടില്ലേ, ക്യാരറ്റ് നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ വേവിക്കണം. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ തൊട്ട് കഴിയുമ്പോൾ ഇങ്ങനെ അലിഞ്ഞു പോകുന്നൊരു പരുവത്തിലാണ് വേവിച്ചെടുക്കേണ്ടത്. കണ്ടില്ലേ, ക്യാരറ്റ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷമാണ് നമ്മൾ ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ക്യാരറ്റൊക്കെ ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് പാൽ കട്ടയാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1 പാക്കറ്റ് പാലാണ് ഇവിടെ കട്ടയാക്കി എടുത്തിട്ടുള്ളത്. പാൽ കട്ടയാക്കിയിട്ട് തന്നെ ചേർക്കണം കേട്ടോ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ, എന്നാലാണ് അടിപൊളിയായിട്ട് കിട്ടുക. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ഏലക്കേൻ്റെ കുരുവും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്യാരറ്റ് കൊണ്ടൊക്കെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുമ്പോൾ ഏലക്ക ചേർത്താൽ നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര മാത്രമല്ല, നമ്മളിതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാനിവിടെ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യുന്നതിലാണ് കേട്ടോ വെറൈറ്റി. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് സാധാരണ ഒരു ക്യാരറ്റ് മിൽക്ക് ഷേക്കാണ് ഉള്ളത്. നമ്മളിത് സെർവ് ചെയ്യുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കോൺഫ്ലേക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കോൺഫ്ലേക്സ് ഒക്കെ ചേർത്തിട്ടാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ മിൽക്ക് ഷേക്ക് കുടിക്കുമ്പോൾ നല്ല ക്രഞ്ചി ആയിട്ട് നമുക്ക് ഈ കോൺഫ്ലേക്സ് ഇങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ഗ്ലാസ്സിലോട്ട് കുറച്ച് കോൺഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വേറൊരു ചേരുവ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ബൂസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ 5 രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാക്കറ്റ് കൊണ്ട് 4 ഗ്ലാസ് ഡ്രിങ്ക് വരെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ബൂസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് വിതറിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറി കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ സൂപ്പറായിരിക്കും. അപ്പോൾ ഈ ഡ്രിങ്ക് കുടിക്കുമ്പോൾ നല്ലൊരു ക്യാരറ്റിൻ്റെ ഫ്ലേവറും ഏലക്കയുടെ ഫ്ലേവറും പിന്നെ നമ്മൾ ബൂസ്റ്റ് ചേർത്തിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ട്. പിന്നെ നമുക്ക് കടിക്കാൻ നല്ല ക്രഞ്ചി ആയിട്ടുള്ള കോൺഫ്ലേക്സും ഉണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്